ആശ്രയഫം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ലൗഡ് സ്പീക്കർ. അറിവിന്റെ ആഘോഷം. ഹേ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു ലൗഡ് സ്പീക്കർ. ലൗഡ് സ്പീക്കർ ഇന്ന് കൂടെയുള്ളത് RJ ശ്രീശാന്ത് ആണ്. അപ്പോൾ ഇന്ന് ലൗഡ് സ്പീക്കർ സംസാരിക്കാൻ പോകുന്നത് ഇന്നത്തെ യങ്സ്റ്റേഴ്സ് ഒക്കെ ഒരുപാട് കൺസേൺ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹെയർ കെയറിന്റെ കാര്യം. ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഈ ഒരു കാര്യം തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ മുടിയുടെ ആരോഗ്യത്തെ സംരക്ഷണത്തെ പറ്റിയും അതുപോലെ തന്നെ ഹെയർ കെയറിന്റെ പ്രാധാന്യത്തെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ വിഷയത്തിൽ എന്നോടൊപ്പം സംസാരിക്കാനായി കൂടെയുള്ളത് റാഫ ഹെൽത്ത് ലെമോയ് കോസ്മെറ്റോളജി സെന്ററിലെ ഡെർമറ്റോളജിസ്റ്റ് ആയ ഡോക്ടർ കീർത്തിപ്രിയാണ്. വെൽക്കം മാം. താങ്ക് യു. ഹെൽത്തി ഹെയറിന് വേണ്ടി ശരിയായ കെയർ നൽകി തുടങ്ങേണ്ടത് എപ്പോഴാണ് ആക്ച്വലി? ഒരു ഹെൽത്തി ഹെയറിന് ആക്ച്വലി നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങേണ്ടത് നമ്മൾ ചെറുപ്പകാലം തൊട്ട് തന്നെ ശ്രദ്ധിക്കണം. ആക്ച്വലി നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ കുട്ടികൾക്ക് തന്നെ ഒരു പോഷകകരമായ ആഹാരങ്ങൾ കൊടുക്കുന്ന വഴി അവർക്കൊരു എങ്ങനെ ഒരു പ്രോപ്പർ സ്കാൽപ്പും അല്ലെങ്കിൽ ഹെയർ കെയർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു പരിശീലനം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചെറുപ്പകാലം തൊട്ട് തന്നെ ഒരു ഹെൽത്തി ഹെയർ നമുക്ക് ആർജിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ചെറുപ്പത്തിലെ നമ്മൾ കെയർ ചെയ്യണം. ചെറുപ്പത്തിലെ നമ്മൾ കെയർ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടീനേജ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ബെറ്റർ ഒരു ഹെയർ ഗ്രോത്തും ഒക്കെ ഉള്ള ഒരു ഹെയർ കിട്ടും. മുടിയെ പറ്റി പറയുമ്പോഴേ ഇപ്പൊ മുടി പല ടൈപ്പ് ആണല്ലോ, അപ്പൊ ഇതനുസരിച്ചുള്ള ഇതിന്റെ ഒരു കെയർ എങ്ങനെയാണ്? ഈ പറഞ്ഞതുപോലെ തന്നെ പല ആൾക്കാർക്ക് പല വ്യക്തികൾക്കും തികച്ചും ഡിഫറെന്റ് ആയിട്ടുള്ള ഹെയർ ആയിരിക്കും. ചിലർക്ക് കേർലി ഹെയർ ആയിരിക്കും, ചിലർക്ക് സ്ട്രെയിറ്റ് ഹെയർ ആയിരിക്കും, ചിലർക്ക് ഓയിലി സ്കാൽപ്പ് ഉള്ള ഹെയർ ആയിരിക്കും, ചിലർക്ക് ഡ്രൈ സ്കാൽപ്പ് ഉള്ള ഹെയർ ആയിരിക്കും. അപ്പൊ ഓരോരുത്തരുടെയും ഹെയർ കെയർ ചെയ്യുന്ന രീതി ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതിപ്പോ ഓയിലി സ്കാൽപ്പ് ഉള്ള ഒരാളാണെങ്കിൽ നമ്മളിപ്പോ സാധാരണഗതി മുടി കഴുകുന്നത് ആസ് എ ഡെർമറ്റോളജിസ്റ്റ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് വീക്ക്ലി ട്രൈസ് ഒക്കെ മതി. പക്ഷെ ഓയിലി സ്കാൽപ്പ് ഉള്ളവര് കൂടുതലും നമ്മൾ വീക്ക്ലി ട്രൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ഫംഗസ് ഇൻഫെക്ഷൻ ഒക്കെ സ്കാൽപ്പ് വരാനുള്ള ടെൻഡൻസി കൂടുതൽ. അവര് ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സ് ഹെയർ വാഷ് ചെയ്യണം. ഇപ്പൊ ഡ്രൈ സ്കാൽപ്പ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവര് വീക്ക്ലി ഒരു ട്രൈസ് ഒക്കെ ഹെയർ വാഷ് ചെയ്താൽ മതി. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഡിഫറെന്റ് രീതിയിൽ ഉണ്ട്. പിന്നെ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സുകൾ ഡിഫറെന്റ് ആയിരിക്കും. ഡ്രൈ സ്കാൽപ്പ് ഉള്ളവർക്ക് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റും ഓയിലി സ്കാൽപ്പിന് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളും വേറെ ആയിരിക്കും. അങ്ങനെ ഓരോ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് നമ്മൾ നോക്കിയും കണ്ടിട്ട് വേണം അത് യൂസ് ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്ക് മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹെയറിന് ഡാമേജ് ഉണ്ടാക്കാനേ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, ഇപ്പം ദിവസവും കുളിക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെ അതുപോലെ തന്നെ വീക്കിലിയൊക്കെ 2-3 വട്ടം തല കുളിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ആക്ച്വലി ഒരു ഡെർമറ്റോളജിസ്റ്റ് എന്ന നിലയിൽ ഈ മുടി കഴുകുന്നതിനെ കുറിച്ചുള്ള ഒരു ബേസിക് അഡ്വൈസ് എന്താണ്? ആസ് എ ഡെർമറ്റോളജിസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് കോമൺ ആയിട്ടും ഒരു വീക്ക്ലി ട്രൈസ് അല്ലെങ്കിൽ മാക്സിമം ഒരു 4 times ഒരു വീക്കേ നമ്മൾ ഹെയർ വാഷ് ചെയ്യാവൂന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും ഏത് ഒരു വ്യക്തിയുടെ നേരത്തെ പറഞ്ഞ കണക്ക് അവരുടെ ഹെയർ ഡിഫറെന്റ് ആയിരിക്കും, അവരുടെ സ്കാൽപ്പിനകത്തുള്ള കണ്ടൻസ് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പം ഓയിലി സ്കിൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞ ഓയിലി സ്കാൽപ്പ് ഉള്ളവർക്ക് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോ നോക്കേണ്ടത് നമ്മുടെ സ്കാൽപ്പിന്റെ കണ്ടീഷൻ എന്താ. ഇപ്പൊ ഓയിലി ആയിട്ടുള്ള ഒരു സ്കാൽപ്പ് ഉള്ള ഒരാളാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കണക്ക് ഒരു 3 to 4 times ഒരു വീക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അത് അൺകംഫർട്ടബിൾ ആയിരിക്കും. സ്കാൽപ്പ് എപ്പോഴും ഇച്ചി ആയിരിക്കും, ഡാൻഡ്രഫിന്റെ പ്രശ്നങ്ങൾ കൂടുതലുണ്ടാവും. അപ്പൊ അവർക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സ് ഹെയർ വാഷ് ചെയ്താലേ പറ്റും. ഇപ്പൊ ഡെയിലി ജിമ്മിൽ പോകുന്നവർ കൂടുതൽ സ്വെറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ പറഞ്ഞ കണക്ക് വീക്ക്ലി 3 or 4 times ചെയ്യുന്നത് അവർക്ക് റെക്കമെൻഡഡ് അല്ല. പക്ഷെ നോർമൽ സ്കാൽപ്പ് ഉള്ള ഒരാളാണെങ്കിൽ ഒരു നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈലിന് നോർമലി നമ്മൾ ചെയ്യുന്നത് ഒരു 3 or 4 times a week അതാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഡിപ്പെൻഡ്സ് നമ്മുടെ ഓരോരുത്തരുടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിന്റെ ചേഞ്ചസ് വരുന്നത്. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് മൈൽഡ് ഷാമ്പു യൂസ് ചെയ്ത് ഹെയറിനെ ഒന്ന് സ്കാൽപ്പിനെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതിനുശേഷം കണ്ടീഷണർ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ? അതെ, തീർച്ചയായിട്ടും. എല്ലാവരും ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ മുടി കൊഴിച്ചൽ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ മുടി കൊഴിച്ചലിന്റെ സാധാരണ കാര്യങ്ങൾ എന്തൊക്കെയാണ്? എപ്പോഴാണ് ഇത് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടത്? അത് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ. കാരണം ഇപ്പൊ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഈ ഹെയർ ഫോൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഹെയർ ഫോൾ വരുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ചിന്തിക്കേണ്ടത് നമ്മൾ നമ്മുടെ ഡെയിലി റുട്ടീനിൽ അല്ലെങ്കിൽ നമ്മുടെ ന്യൂട്രീഷൻ സ്റ്റാറ്റസ് എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ടാവും. മിക്കവാറും ഒരു ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കൊണ്ട് ഹെയർ ഫോൾ ഉണ്ടാവാം, വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് കൊണ്ടുണ്ടാവാം, പിന്നെ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുണ്ടാവാം, എന്തെങ്കിലും സ്കാൽപ്പിന് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവാം. അതോടൊപ്പം തന്നെ ഹോർമോണൽ വേരിയേഷൻസ്, തൈറോയിഡ് പോലത്തെ അസുഖങ്ങളുള്ളവർക്കും ഹെയർ ഫോൾ കൂടുതലായിട്ട് കണ്ടുവരാം. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ ഹെയർ ഫോൾ എപ്പോഴാണ് ഒരു ഡോക്ടറെ മീറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു മോർ ദാൻ ഒരു 2 weeks നമുക്ക് സാധാരണഗതിയിൽ പറയുകയാണെങ്കിൽ ഒരു 50 to 100 ഹെയർ പോകുന്നത് നോർമൽ ആയിട്ടാണ് കരുതപ്പെടുന്നത്. അതിൽ
ഒന്നിൽ കൂടുതൽ ഹെയർ ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ 2 വീക്സ് മോർ ദാൻ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് അവരെ അഡ്വൈസ് എടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്ക് ന്യൂട്രീഷൻ സ്റ്റാറ്റസ് ഒക്കെ നോക്കണം, വേറെ എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടെന്നുള്ളതും നോക്കേണ്ടതായിട്ടുണ്ട്. ഹെയർ ഫോൾ എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ എല്ലാവരും ഇപ്പൊ ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഡാൻഡ്രഫിന്റെ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഡാൻഡ്രഫ് ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇതിനെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും? അതെ, എല്ലാവരും ഇപ്പൊ കൺസേൺ ആവുന്ന ഒരു ഫാക്ടറാണ് ഡാൻഡ്രഫ്. പക്ഷേ എന്റെ അടുത്ത് വരുന്ന ഒരു 50% ആൾക്കാരും ഈ സ്കാൽപ്പിന് ഒരു ഡ്രൈനെസ് വരുന്നതിനാണ് ഡാൻഡ്രഫ് ആയിട്ട് കരുതുന്നത്. ആക്ച്വലി സ്കാൽപ്പ് ഡ്രൈനെസ് ഡാൻഡ്രഫ് അല്ല, ഒരു ഡ്രൈ സ്കാൽപ്പ് കണ്ടീഷൻ നമ്മുടെ ഒരു ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഹെയറിന്റെ പ്രോപ്പർ കെയർ ചെയ്യാത്തത് കൊണ്ടൊക്കെ വരുന്നതാണ് ഈ ഡ്രൈ സ്കാൽപ്പ്. പക്ഷെ അത് നമ്മൾ ഹെയർ മോയ്സ്ചറൈസറോ ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അത് കൺട്രോൾ ചെയ്യും. പക്ഷെ ഡാൻഡ്രഫ് എന്ന് പറയുന്നത് അതൊരു മെഡിക്കൽ കണ്ടീഷനാണ്. അത് കോമൺ ആയിട്ട് ഒരു ഫംഗസ് ഇൻഫെക്ഷൻ റിലേറ്റഡ് ആണ് ഈ ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. അത് നമ്മൾ ലോങ് ടേം ആയിട്ട് ആന്റി ഫംഗൽ ഷാംപൂസ് ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുത്താൽ അത് കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും. അത് പൂർണ്ണമായിട്ട് മാറിപ്പോവാനും വളരെ പാടാണ്. അപ്പൊ പ്രോപ്പർ ആയിട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ട്രീറ്റ്മെന്റിലൂടെ മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റത്തുള്ളൂ ഡാൻഡ്രഫിന്. ആന്റി ഫംഗൽ ഫംഗസിന് എതിരായിട്ടുള്ള ആന്റി ഫംഗൽ ഷാംപൂസ്, ആന്റി ഫംഗൽ ക്രീംസ്, ടാബ്ലറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ കോമൺ ആയിട്ട് ഡാൻഡ്രഫിനെ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അതൊക്കെയാണ്. എപ്പോഴാണ് ഈ സിറ്റുവേഷൻ വേഴ്സ്റ്റിലേക്ക് കിടക്കുന്നത്? എപ്പോഴായിരിക്കും? അത് ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രൈ സ്കാൽപ്പ് എന്ന കണ്ടീഷനിൽ ഒരു ചെറിയ ഡ്രൈനെസ് വെക്കും. ഈ ഡാൻഡ്രഫിന് സിവിയർ ആയിട്ട് ഇച്ചിങ് ഉണ്ടാവും, നല്ല ഫ്ലേക്സ്, നല്ല തിക്ക് ഫ്ലേക്സ് പോലെ സ്കാൽപ്പിൽ ഇങ്ങനെ കൊഴിഞ്ഞു വീഴും. അപ്പൊ അത് നമുക്ക് തന്നെ ഒരു അൺഈസിനെസ് ആയിട്ട് രാത്രി കിടക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. പിന്നെ കൺപോളയില്, ശരീരത്തില്, ചെസ്റ്റിന്റെ പല ഭാഗങ്ങളില്, ഹെയർ ഉള്ള എല്ലാ ഭാഗങ്ങളിലും നമുക്ക് ഈ ഡാൻഡ്രഫിന്റെ ഇഷ്യൂസ് വരാം. അപ്പൊ അതൊരു സിവിയർ ഒരു സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്നൊരു സ്കിൻ കണ്ടീഷനിലോട്ട് പോകും. അതൊരു സിവിയർ കണ്ടീഷനാണ്. അപ്പൊ ആ ഒരു കണ്ടീഷനിലോട്ട് എത്തുന്നതിന് മുന്നേ തന്നെ ചികിത്സ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഈ മുടിയുടെ കാര്യം പറയുമ്പോഴേ വെതർ ചേഞ്ചസ് മുടി എങ്ങനെയാണ് ബാധിക്കുന്നത്? ഓരോ സീസണിലും മുടി നമ്മൾ സംരക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആക്ച്വലി ഇപ്പൊ ഒരു വേനൽക്കാലത്താണെങ്കിൽ നമ്മൾ കൂടുതൽ ഹെയർ ഈ പറഞ്ഞ കണക്ക് ഈ ആഴ്ചയിൽ 3 ദിവസം 4 ദിവസം എല്ലാം കുളിക്കാനുള്ള ആ ഒരു കണ്ടീഷൻ നമ്മൾ പോകുന്നത് അത് കറക്റ്റ് ആയിട്ടുള്ളൊരു ചോയ്സ് അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതലായിട്ട് സ്വെറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ സ്കാൽപ്പിനകത്ത് ഇൻഫെക്ഷൻസ് വരാം, ഫംഗസിന്റെ പ്രസൻസ് വരാം. അപ്പൊ അവര് ഡെയിലി ഓൾട്ടർനേറ്റ് ഡേയ്സ് ഹെയർ വാഷ് ചെയ്യണം. പിന്നെ പ്രോപ്പറായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യണം. ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് ഹൈഡ്രേറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മൾ സമ്മർ സീസണിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഓയിലി സ്കാൽപ്പ് ഉള്ളവരാണെങ്കിൽ പ്രോപ്പറായിട്ട് അത് ഓൾട്ടർനേറ്റ് ഡേയ്സ് നമ്മൾ മൈൽഡ് ഷാമ്പു യൂസ് ചെയ്ത് എക്സസ് ഓയിലിനെ കളയും വേണം. ഇനി വിന്റർ സീസണിലാണെങ്കിൽ കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഡ്രൈ സ്കാൽപ്പ് ഉണ്ടാവാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ ഹെയർ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. അപ്പം അങ്ങനെയുള്ളവർക്ക് ആ സമയത്ത് ഇതുപോലത്തെ പ്രോഡക്ട്സുകൾ, ഹെയർ മോയ്സ്ചറൈസർ പോലത്തെ പ്രോഡക്ട്സുകൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അവരുടെ സിംറ്റംസ് പൊതുവെ കുറവായിരിക്കും. അപ്പോൾ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ ഡാൻഡ്രഫും ഇതുപോലെ ഒരു പ്രോബ്ലം ആണ് ഈ സ്പ്ലിറ്റ് എൻഡ്സ് എന്ന് പറയുന്നത്, അല്ലെ? മുടിയുടെ അറ്റം പിളർന്നു. അപ്പൊ ഇതിനെ എങ്ങനെയാണ് നമുക്ക് ഇതിനെ തടയാൻ പറ്റുന്നത്? ആൻഡ് ഇത് മുടിയുടെ ഗ്രോത്തിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? സ്പ്ലിറ്റ് എൻഡ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഹെയർ ഷാഫ്റ്റ് ഉണ്ടാവുന്ന ഡാമേജ് കൊണ്ടാണ് ഈ സ്പ്ലിറ്റ് എൻഡ്സ് എന്ന് പറയുന്ന വേർഡ്. അതിന് നമുക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ എൻഡ് ട്രിം ചെയ്ത് കളയാന്നുള്ളതാണ് ട്രീറ്റ്മെന്റ്. കാരണം നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഈ സ്പ്ലിറ്റ് എൻഡ്സ് വരുമ്പോൾ 2 കൈ കൊണ്ട് നമ്മളതിനെ ഡിവൈഡ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ അത് വളരെ കൂടുതൽ ഡാമേജ് ഉണ്ടാക്കത്തേ ഉള്ളൂ. അപ്പോൾ സ്പ്ലിറ്റ് എൻഡ്സ് വരുമ്പോഴത്തേക്ക് അതിന്റെ എൻഡ് നല്ല രീതിയിൽ കട്ട് ചെയ്ത് കളയാം. പിന്നെ ഇത് മെയിൻ ആയിട്ട് വരുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് ഹെയറിൽ ഇങ്ങനെ ഹീറ്റിംഗ് ഒക്കെ ചെയ്യുന്നവർ, ഇപ്പം ഡെയിലി ഹെയർ ബ്ലോ ഡ്രയർ ഒക്കെ ഉപയോഗിക്കുന്നവര്, കെമിക്കൽസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നവര്, കളറിങ് ചെയ്യുന്നവര്, സ്ട്രൈറ്റനിങ് ഡെയിലി ചെയ്യുന്നവർ, അവർക്കൊക്കെയാണ് കൂടുതൽ സ്പ്ലിറ്റ് എൻഡ്സ് വരുന്നത്. അപ്പോൾ ഹെയർ ഷാഫ്റ്റിന്റെ ഡാമേജ് കൊണ്ടാണ് മെയിൻ ആയിട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ ഇതുപോലത്തെ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക എന്നുള്ളതാണ്, വേറെ മാർഗങ്ങളില്ല. പിന്നെ ഈ ഓയിലിംഗ് ഒക്കെ നമ്മളിപ്പോ ഓയിലിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ കോക്കനട്ട് ഓയിലൊക്കെ നല്ലതാണ്. അപ്പൊ അത് കൂടുതലും ഈ ഷാഫ്റ്റിന്റെ പ്രൊട്ടക്ഷന് കുറച്ച് നല്ലതായിരിക്കും അവോയ്ഡ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ സ്കിൻ കെയറിന്റെ കാര്യം പറയുമ്പോഴേ ഇപ്പൊ ആൾക്കാർ പറയാറുണ്ട് ഇപ്പം നമ്മൾ പുറത്ത് അപ്ലൈ ചെയ്യുന്ന പ്രോഡക്ട്സിനെക്കാട്ടി വലുതാണ് നമ്മൾ കഴിക്കണം എന്തായാലും, അല്ലെ? നമ്മൾ കഴിക്കുന്ന ന്യൂട്രിയൻസ് പോലെ ഇരിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മുടിയുടെ ആരോഗ്യം നൽകുന്നതിലും ശരിയായ ഭക്ഷണക്രമം ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ മുടിക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് ഒക്കെ എന്തൊക്കെയാണ്? മുടിക്ക് ആവശ്യമായ ന്യൂട്രിയൻസിന് ഹെയറിന് നമ്മൾ മെയിൻ ആയിട്ട് വേണ്ട സപ്ലിമെന്റ്സ്, ബയോട്ടിൻ സപ്ലിമെന്റ്സ് വേണം, വൈറ്റമിൻസ് വേണം, വൈറ്റമിൻ ബി, വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, അതുപോലെ തന്നെ അയൺ, സിങ്ക്, ഒമേഗ 3 ഫാറ്റി ആസിഡ്, ഇതൊക്കെ ഹെയറിന്റെ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്ലിമെന്റ്സ് ആണ്. ഇത് എങ്ങനെ നമുക്ക് ലഭിക്കുക എന്നുള്ളത് നമ്മുടെ ഭക്ഷണ കാര്യങ്ങളിൽ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ചാലും നമുക്കിത് ഡയറ്ററി ഫാക്ടേഴ്സിൽ നിന്ന് തന്നെ നമുക്കിതിനെ സപ്ലിമെന്റ്സ് കിട്ടും. നമുക്ക് വേറെ ടാബ്ലറ്റ്സ് എടുക്കേണ്ട കാര്യമില്ല. ഇപ്പം എഗ്, നട്ട്സ്, പിന്നെ ഫിഷ്,
ലീഫി വെജിറ്റബിൾസ്, പിന്നെ അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ്സ്, ഇതൊക്കെ ധാരാളമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഹെയറിന്റെ നറിഷ്മെന്റിന് ഇത് ഏറ്റവും ബെസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റ് അല്ലെങ്കിൽ ആ ഒരു ഭക്ഷണക്രമം എത്രത്തോളം ഇത് അത്യാവശ്യമാണ് മുടിയുടെ അതെ, ആരോഗ്യത്തിന്? തീർച്ചയായിട്ടും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പ്രോപ്പറായിട്ട് ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒട്ടുമിക്ക ഹെയറിന്റെ ഇഷ്യൂസും നമുക്ക് കൺട്രോൾ ആക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ കണക്ക് ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി, ഹെയർ ഫോളിനൊക്കെ മെയിൻ ആയിട്ടുള്ളത് ഈ വിറ്റാമിൻ ഡെഫിഷ്യൻസിയാണ്. അപ്പൊ നമ്മൾ മോസ്റ്റ്ലി എന്റെ അടുത്ത് വരുന്ന പേഷ്യൻസിനായിരിക്കും നമ്മൾ നോക്കുമ്പോൾ വൈറ്റമിൻ ഡി മിക്കവാറും എല്ലാവർക്കും കുറവായിരിക്കും. തൈറോയ്ഡ് ഇഷ്യൂസ് കാണും, ഈ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസീസ് ഉണ്ടാവും. അപ്പൊ പ്രോപ്പറായിട്ട് ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വെജിറ്റബിൾസും ഈ നട്ട്സ്, ഇതൊക്കെ ഫിഷ്, ഇതൊക്കെ നമ്മളെ ഡയറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഹെയർ ഗ്രോത്തിന്റെ, ഹെയർ സൈക്കിളിൽ ഹെയർ ഗ്രോത്തിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആണത്. അപ്പോൾ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മളെല്ലാവരും ഒരു ഹെക്റ്റിക് ആയ വർക്ക് പ്രഷറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം മനുഷ്യർ അല്ലേ. അപ്പോൾ അവിടെ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് ആയിരിക്കും അല്ലേ. അതെ അതെ. അപ്പൊ ആ ഒരു സ്ട്രെസ് ഈ മുടി കൊഴിച്ചിലിന് കാരണമാകും ആക്ച്വലി. അതെ, ഞാൻ നേരത്തെ മുടി കൊഴിച്ചിലിന്റെ കാരണങ്ങൾ പറയുന്നതിൽ ഒരു ഫാക്ടർ ഞാൻ സ്ട്രെസ് തന്നെയാണ് പറഞ്ഞത്. കാരണം സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഹെയർ ഫോൾ വളരെ കോമൺ ആണ്. കാരണം ഇപ്പോഴത്തെ യങ് ജനറേഷൻ അവരുടെ ലൈഫ് ഫുള്ളി പാക്ഡ് ആണ്. ഇപ്പൊ വർക്ക് പ്രഷർ കൂടുതലാണെങ്കിൽ, സ്റ്റുഡൻസിനാണെങ്കിൽ എക്സാം പ്രഷർ കൂടുതലാണ്, വീട്ടിൽ ഫാമിലി ഇഷ്യൂസ് കൂടുതലാണ്, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും സ്ട്രെസ് കൂടുതലാണ്. അപ്പൊ ഈ സ്ട്രെസ് ആക്ച്വലി ഹെയർ സൈക്കിളിനെ ബാധിക്കും. ഹെയർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഹെയറിന്റെ ഒരു ഗ്രോയിങ് സ്റ്റേജ് ഉണ്ട്, അതായത് ആനജൻ ഫേസ് എന്ന് പറയും. പിന്നെ ഇത് സ്റ്റേഷനറി ഫേസ് ഉണ്ട്, അത് കാറ്റജൻ ഫേസ് എന്ന് പറഞ്ഞാൽ. ഫോളിംഗ് ഫേസ് എന്ന് പറഞ്ഞാൽ ടീലോജൻ എന്ന് പറഞ്ഞൊരു ഫേസ് ആണ്. അപ്പൊ ഇത് ഈ സ്ട്രെസ് കൂടുതലായിട്ട് വരുമ്പോൾ ഇത് മെയിൻലി ടീലോജൻ, ഈ ആനജൻ ഫേസിനെ കുറയ്ക്കും. അതായത് ഗ്രോയിങ് ഫേസിനെ കുറച്ചിട്ട് ടീലോജൻ എന്ന് പറഞ്ഞൊരു ഷെഡിങ് ഫേസിലോട്ട് പെട്ടെന്ന് തന്നെ ഹെയർ സൈക്കിൾ പോവാണ്. അത് സ്ട്രെസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് ആ സൈക്കിൾ അഫക്ട് ചെയ്യുന്ന ഒരു മെയിൻ ഫാക്ടർ ആണ്. അപ്പം മെയിൻ ആയിട്ട് ഈ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ആയിട്ട് ഉള്ള പേഷ്യൻസ് വരുമ്പോൾ നമ്മൾ അവരോട് പറയുന്നത്, നമ്മൾ ഈ സ്ട്രെസ് എടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ഹെയർ ഫോൾ ഉണ്ടാവും, ഇതിന്റെ ഇന്റൻസിറ്റി കൂടത്തേ ഉള്ളൂ. പിന്നെ അതുകൊണ്ട് നമ്മൾ സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ നമ്മൾ തന്നെ എന്തെങ്കിലും വേറെ ഒരു മെഡിറ്റേഷൻ വഴിയോ അല്ലെങ്കിൽ യോഗ വഴിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു നമ്മളൊരു മാനസിക ഒരു ആനന്ദം കണ്ടെത്തി അതിനെ കുറയ്ക്കാന്നുള്ളതാണ്. പിന്നെ അതിന് മെഡിസിൻസ് ഉണ്ട്. മെഡിസിൻസ് സെക്കൻഡ് പാർട്ട് മാത്രമേ ഉള്ളൂ. ഇനിഷ്യലി നമ്മൾ തന്നെ അതിനൊരു മാർഗം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇൻസ്റ്റയിൽ കണ്ടൊരു ഡയലോഗ് ഉണ്ട്, ലൈക്ക് സ്ട്രെസ് കാരണം മുടി കൊഴിച്ചിൽ എന്താണ് ഉണ്ടാവുന്നു, മുടി കൊഴിയുന്നത് കണ്ട് വീണ്ടും സ്ട്രെസ് കൂടുന്നു. അല്ല, അത് പറഞ്ഞത് കറക്റ്റ് ആണ്. കാരണം അത് വളരെ കറക്റ്റ് ആണ്. കാരണം ഞാൻ ഈ പറഞ്ഞ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഹെയർ ഫോൾ ഉണ്ടാവും. പക്ഷെ ഹെയർ ഫോൾ കാരണം സ്ട്രെസ് ഉള്ളവര്, കാരണം നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് നമുക്ക് ടീലോജൻ എഫ്ലൂം എന്നൊരു കണ്ടീഷൻ ഉണ്ട്, മുടി കൊഴിച്ചിൽ, സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് മുടി കൊഴിച്ചിൽ നമ്മൾ ടീലോജൻ എഫ്ലൂം എന്ന് പറയാം. അപ്പൊ അത് മുടി ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ ഹെയർ ഫോൾ ചെയ്യുമ്പോൾ തൊട്ട് മനുഷ്യന് ടെൻഷൻ തുടങ്ങും, ഇതിന്റെ മുടി കൊഴിഞ്ഞു തുടങ്ങും. അപ്പൊ അങ്ങനെ ഓരോ വീക്ക് കഴിയുമ്പോഴത്തെ ഇതിന്റെ ഹെയറിന്റെ ഫോൾ കൂടുന്നതനുസരിച്ച് സ്ട്രെസ് ഓട്ടോമാറ്റിക്കലി കൂടും. അത് ശരിയാണ്. പക്ഷെ ഇത് രണ്ടും ഇന്റർ കണക്റ്റഡ് ആണ്. എല്ലാ ബോഡിയിലുണ്ടാകുന്ന ചേഞ്ചിനെയും ഹെയറിനെ അഫക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ചെറിയൊരു സ്ട്രെസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ക്രോണിക് ഡിസീസും ആയിരിക്കാം. അപ്പൊ അത് ഏതും ആവാം. അപ്പോൾ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ നേരത്തെ മാം പറഞ്ഞു സ്പ്ലിറ്റൻസ് ഒക്കെ ഒഴിവാക്കാൻ കോക്കനട്ട് ഓയിൽ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം അല്ലേ. അതെ അതെ. ഓക്കെ, അപ്പൊ ആക്ച്വലി ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഓയിൽ അധികം യൂസ് ചെയ്യുന്നത് അത്ര നല്ലതുമല്ല, പക്ഷെ എന്നിരുന്നാൽ പോലും ചില സമയങ്ങളിൽ ഓയിൽ അത്യാവശ്യമായിട്ട് കൊണ്ടുവന്ന്. അപ്പൊ ആക്ച്വലി മുടിയിൽ എണ്ണ തേക്കുന്നത് നല്ലതാണ്? അത് നല്ല ക്വസ്റ്റ്യൻ. ആക്ച്വലി എണ്ണ തേക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ എണ്ണ തേക്കുന്നത് ഒരു പരിധി വരെ നല്ലതാണ്. അതായത് നമ്മളിപ്പോ എല്ലാ ദിവസവും എണ്ണ തേച്ച് കുളിക്കുന്ന ആ ഒരു രീതിയായിരുന്നല്ലോ പണ്ട് മുതലേ നമ്മൾ ചെയ്തു വരുന്ന രീതി, എല്ലാ ദിവസവും എണ്ണ തേച്ച് കുളിക്കും. പക്ഷെ അതൊരു നല്ല രീതിയല്ല. ആഴ്ചയിൽ 2-3 ദിവസം നമുക്ക് എണ്ണ തേച്ച് കുളിക്കുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷെ നമ്മൾ ഒരു മിനിമം എമൗണ്ട് ഓയിൽ എടുക്കാമോ. മാത്രമല്ല ഒരു ഹാഫ് ആൻ അവർ നമ്മൾ സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്ത ശേഷം അത് നമ്മൾ എക്സസ് ഓയിലിനെ നമ്മൾ മൈൽഡ് ഷാമ്പു യൂസ് ചെയ്ത് അത് വാഷ് ഔട്ട് ചെയ്ത് കളയണം. അതാണ് വേണ്ടത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സ്പ്ലിറ്റൻസിന് നമ്മൾ കോക്കനട്ട് ഓയിൽ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഈ കോക്കനട്ട് ഓയിലിനകത്ത് ഒരു ലോറിക് ആസിഡ് എന്നൊരു കണ്ടന്റ് ഉണ്ട്. അത് നമ്മുടെ ഹെയർ ഷാഫ്റ്റിനെ ബ്രേക്കേജിൽ നിന്നും പ്രിവെന്റ് ചെയ്യും. മാത്രമല്ല അതിന് നറിഷ്മെന്റ് കൊടുക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സ്പ്ലിറ്റൻസും ഡാമേജും ഒക്കെ അത് കുറയ്ക്കാം. ഉപയോഗിക്കുമ്പോൾ നല്ല നാടൻ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് ലിമിറ്റഡ് ആയിട്ട് മാത്രം യൂസ് ചെയ്യാം. ഈ അധികമായ അമൃതം വിഷമാണെന്നല്ലോ പറയുന്നത്. അപ്പൊ അത് ചെറിയ എമൗണ്ടിൽ എടുത്തിട്ട് നമ്മൾ മൈൽഡായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. മസാജ് ചെയ്യുമ്പോൾ ഹെയർ ഗ്രോത്ത്, കാരണം ഹെയർ സ്കാൽപ്പിൽ സർക്കുലേഷൻ കൂടുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ ഹെയർ ഗ്രോത്തിനും അത് ഹെൽപ്പാണ്. പക്ഷെ അധികം ഉപയോഗിക്കാൻ പാടില്ല. എക്സസ് ഓയിൽ നമ്മളത് വാഷ് ഔട്ട് ചെയ്ത് കളയുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ മുടിയുടെ കാര്യം പറയുമ്പോൾ ഒരുപാട് പേര് ഇപ്പം ട്രീറ്റ്മെന്റിനൊക്കെ ഓരോ ക്ലിനിക്സിനെ സമീപിക്കാറുണ്ടല്ലോ. അപ്പൊ അവിടെ കിട്ടുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് അഡ്വാൻസ്ഡ് ആയ PRP, GFC ഒക്കെ പോലെ ഒരുപാട് അഡ്വാൻസ്ഡ്
ഡിഫറെന്റ് ഹെയർ ട്രീറ്റ്മെന്റ്സ് ഉണ്ടല്ലേ, അപ്പൊ ഇതൊക്കെ എത്രത്തോളം ഫലപ്രദമാണ് ആക്ച്വലി? തീർച്ചയായിട്ടും ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഈ PRP, അതായത് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ, GHC എന്ന് ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് ആണ്. PRPയുടെ ഒരു നെക്സ്റ്റ് ലെവലാണ് GHC. ഇത് നോർമലി നമ്മൾ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. നമ്മൾ ആക്ച്വലി ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പേഷ്യന്റിന്റെ ഒരു ബ്ലഡ് എടുത്തിട്ട് നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്യുന്നത് അവരുടെ ബോഡിയിൽ നിന്നുള്ള പ്ലേറ്റിനെ സെഗ്രിഗേറ്റ്, ആ ബ്ലഡിൽ നിന്നുള്ള പ്ലേറ്റിനെ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് അത് സ്കാൽപ്പിൽ ഇൻജെക്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പൊ ഇതുവഴി നമുക്ക് ഉണ്ടാവുന്ന ഗുണം എന്ന് പറഞ്ഞാൽ സ്കാൽപ്പിൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് കൂടുതലായിട്ട് ആക്ടിവേറ്റ് ചെയ്ത് ഈ ഡെഡ് ആയിട്ട് കിടക്കുന്ന ഹെയർ ഫോളിക്സിനെ ഒന്ന് ആക്ടിവേറ്റ് ആക്കും, പുതിയ ഹെയർ ഗ്രോത്തിന് അതിനെ പ്രൊമോട്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ ഈ PRP GHC എന്നത് നമുക്ക് മുടി പൊഴിച്ചിലുള്ളവർക്കും അതായത് മുടിക്ക് ആരോഗ്യക്കുറവുള്ളവർക്ക്, തിന്നിങ് ഒക്കെ ഉള്ളവർക്കും വളരെ നല്ല ഒരു പ്രൊസീജിയറാണ്. പക്ഷെ അതുപോലെ തന്നെ നമുക്ക് ഫുള്ളി ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരാൾ, ഒരു കഷണ്ടി ആയിട്ടുള്ള ഒരാൾക്ക് PRP അഡ്വൈസബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം PRP അല്ലെങ്കിൽ GHC ചെയ്യണമെങ്കിൽ മിനിമം ഹെയർ ഫോളിക്കിൾസ് വേണം, എങ്കിൽ മാത്രമേ അത് എഫക്റ്റീവ് ആയിട്ടുള്ളൂ. ഈ കഷണ്ടി ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഹെയർ ട്രാൻസ്ഫർമേഷൻ മാത്രമേ ഉള്ളൂ ട്രീറ്റ്മെന്റ്. അപ്പോൾ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്, എസ്പെഷ്യലി പെൺകുട്ടികളുടെ മുടിയിൽ ഈ കളറിങ് അതുപോലെ ബ്ലീച്ചിങ് പോലെയുള്ള കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് അവർ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന കാര്യമാണല്ലേ. അപ്പോൾ ഇത് ആക്ച്വലി മുടിയുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്ന കാര്യമാണോ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്പ്ലിറ്റൻസ് പോലത്തെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഹീറ്റിംഗ് കളറിങ് ഒക്കെ ചെയ്യുന്നവർക്കാണ് വരുന്നത്. അത് തീർച്ചയായിട്ടും ഹെയർ ഷാഫ്റ്റിനെ അത് ഡാമേജ് ചെയ്യും, ഹെയറിന്റെ പ്രോട്ടീനെ അത് ഡാമേജ് ചെയ്യുക തന്നെ ചെയ്യും. അപ്പൊ അത് ഈ ഹെയർ കളറിങ് സ്ട്രൈറ്റനിങ് ആണെങ്കിലും അതൊരു ഫാൻസി മോഡാണ്. പക്ഷെ അതിന് പ്രോപ്പറായിട്ട് കെയർ ചെയ്തില്ലെങ്കിൽ അത് പ്രശ്നമാണ്. വല്ലപ്പോഴും ഒക്കെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അത് ഡെയിലി നമ്മൾ ഹെയറിന് ഒരു ഗ്യാപ്പ് ഇല്ലാതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഹെയർ ഫോളിന് കാരണമാവും, ഹെയറിന്റെ ഡാമേജിനും കാരണമാവത്തേ ഉള്ളൂ. ഹെയർ കെയറുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന ഏറ്റവും വലിയൊരു മിത്ത് എന്താണ്? ഇപ്പൊ മാം ഇപ്പൊ കൺസൾട്ട് ചെയ്യുമ്പോൾ ആരെങ്കിലും ഒക്കെ വന്ന് പറയുന്ന ഒരു മണ്ടത്തരം എന്താണത്? മണ്ടത്തരം എന്ന് വെച്ചാൽ എല്ലാരും പറയുന്നത് നമ്മൾ ഓവർനൈറ്റ് മുടിയിൽ എണ്ണ തേച്ച് വെക്കുന്ന ഒരു ഇതുണ്ട്. രാത്രി മൊത്തം നമ്മുടെ ഹെയറിൽ ഇങ്ങനെ സ്കാൽപ്പിൽ മൊത്തം എണ്ണ തേച്ച് വെച്ചിട്ട് കുളിക്കുകയാണെങ്കിൽ മുടിക്ക് നല്ല ആരോഗ്യം കിട്ടും. പക്ഷെ അത് ആക്ച്വലി പറ്റുന്നതെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ബാക്ടീരിയ ഇൻഫെക്ഷൻ ഉണ്ട്, ഫോളിക്കുലൈറ്റീസ് പോലത്തുള്ള ബാക്ടീരിയ ഇൻഫെക്ഷന് കാരണമാകത്തേ ഉള്ളൂ. അത് കോമൺ ആയിട്ട് എല്ലാവരും ചെയ്തിരുന്ന ഒരു ഇതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ എണ്ണ തേക്കുന്നതിന് രീതിയുണ്ട്, പക്ഷെ ഇത് ഓവർനൈറ്റ് കീപ്പ് ചെയ്താലേ ഇത് എഫക്ട് കിട്ടും എന്നുള്ള റിസ്ക് ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു കാരണം പറഞ്ഞാൽ മുടി ടൈറ്റ് ആയിട്ട് കെട്ടി വെച്ചാലേ മുടി വളരൂ എന്നുള്ളൊരു ഇതുണ്ട്. അപ്പൊ അതൊക്കെ പക്ഷെ ഈ ട്രാക്ഷൻ അലോപേഷ്യ പോലത്തെ മെഡിക്കൽ കണ്ടീഷന്റെ ഒരു പാർട്ടായി മാറത്തുള്ളൂ. ഈ മുടി പൊഴിച്ചുന്ന ഒരു കോസാണ് ഈ ട്രാക്ഷൻ അലോപേഷ്യ. മുടി വലിച്ച് കെട്ടുമ്പോഴത്തേക്ക് ഹെയർ ഫോളിക്കിൾസിൽ നിന്നും ഹെയർ അത് വലിഞ്ഞു പോകും. മനസ്സിലായോ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ മിക്സ് ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ലൈക്ക് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ഒരു കിംസിലെ ഡോക്ടറിനെ ഇപ്പോൾ ഇന്റർവ്യൂ ചെയ്തപ്പോൾ മാം പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പം മുഖത്ത് നമ്മൾ നാച്ചുറൽ പ്രോഡക്ട്സ് അത് ഇട്ട് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അത് വലിയ റിയാക്ഷൻ സംഭവിക്കാറുണ്ടെന്ന് പറയാറുണ്ട്. അലോവേരയൊക്കെ നമ്മൾ റോ ആയിട്ട് നമ്മൾ മുഖത്തൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്കൊരു ഇച്ച്നെസ് ഒക്കെ ഫീൽ ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെയാണോ ഹെയറിലും നമ്മൾ നാച്ചുറൽ പ്രോഡക്ട്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ടോ? ചാൻസ് ഉണ്ട് തീർച്ചയായിട്ടും. കാരണം എല്ലാവരുടെയും സ്കിന്ന് ഡിഫറെന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇപ്പൊ കോമൺ ആയിട്ട് എല്ലാവരും ഹെന്ന യൂസ് ചെയ്യുന്നുണ്ട്, ചിലര് തലയില് ഈ മഞ്ഞള് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, സ്കാൽപ്പില് വേപ്പല അതുപോലെ നീം ഇതൊക്കെ ഉപയോഗിക്കും. കാരണം ഇതൊക്കെ ഒരു പ്യൂറസ്റ്റ് ഫോം ആണെങ്കിൽ ഇത് കുഴപ്പമില്ല. നമ്മളിപ്പോ നേരത്തെ എടുത്ത് നമ്മൾ തലയിൽ തേക്കുമ്പോൾ സ്കാൽപ്പിന് ഇറിറ്റേഷൻ ഉണ്ടാവാം, ഇച്ചിങ് ഒക്കെ ഉണ്ടാവാം, അലർജി ഉണ്ടാവാം. ഇതിപ്പോ നമ്മൾ ഫേസിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് ഹെയറിലും നമുക്ക് അലർജി ഉണ്ടാക്കാം ഈ പദാർത്ഥങ്ങളൊക്കെ. അപ്പൊ ഞാനത് ടിപ്പിക്കലി പേഷ്യൻസിനോട് അവോയ്ഡ് ചെയ്യാനാ പറയുന്നത്. കാരണം അത് സിവിയറിറ്റി കൂട്ടത്തേ ഉള്ളൂ. നാച്ചുറൽ പ്രോഡക്ട്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് കണ്ണും പൂട്ടി നമുക്കത് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നത് തെറ്റാണ്, മണ്ടത്തരമാണ്. അതായത് നമുക്ക് ചെയ്യാം, പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് പഴയ ഒരു സമൂഹത്തിലല്ല നമ്മളിപ്പോ താമസിക്കുന്നത്. തീർച്ചയായും നമ്മുടെ ചുറ്റുപാടുള്ള എയർ എല്ലാം പൊല്യൂട്ടഡ് ആണ്. മനസ്സിലായി? അപ്പൊ അന്നത്തെ അത്രയും നമുക്കൊരു ഇമ്മ്യൂണിറ്റി പവർ ഇപ്പൊ നമുക്കില്ല. അപ്പൊ പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ വരാനുള്ള ടെൻഡൻസി കൂടുതലാണ് കമ്പയർ ടു ദാറ്റ് എറ. അതുകൊണ്ട് നമ്മൾ ഇപ്പൊ താമസിക്കുന്ന ഈ എറയിലുള്ള ക്ലൈമറ്റ് വേരിയേഷൻസും ഇതെല്ലാം അറിഞ്ഞു വേണം നമ്മൾ ഓരോ പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ. അതാണ് ഡിഫറൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും മാം ഈ ഒരു ചെറിയ സമയത്തിനുള്ള ഇത്രയധികം വിവരങ്ങൾ പങ്കുവച്ചതിനും ആൻഡ് ഓൾസോ ഈ പ്രോഗ്രാമിലേക്ക് വന്നതിനും താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബ്യൂട്ടി കോൺഷ്യസ് ആണോ നിങ്ങൾ? സ്കിൻ കെയർ, മേക്കപ്പ്, നാച്ചുറൽ ഹാക്കുകൾ എല്ലാം വളരെ എളുപ്പത്തിൽ അറിയണോ? എങ്കിൽ കേൾക്കാം ബ്യൂട്ടി സ്പെഷ്യൽ ലൗഡ് സ്പീക്കർ ഓൺ എവറി Thursday at 2 PM on Astray FM 90. Stay tuned.